ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാഹനം ഓടിക്കുന്ന തുടക്കക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വീഡിയോയാണ്. അതായത് വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ, പ്രത്യേകിച്ചും വാഹനം ഓടിക്കുന്ന ബിഗിനേഴ്സ് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അത് സെക്കൻഡ് ഗിയറിൽ പോകുന്ന സിറ്റുവേഷനിലാകാം, അല്ലെങ്കിൽ തേർഡിൽ പോകുന്ന സിറ്റുവേഷനിലാകാം, ഫോർത്തിലോ ഫിഫ്ത്തിലോ ഏതൊരു ഗിയറിലോ ആയിക്കോട്ടെ. ചിലപ്പോൾ വണ്ടി ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ നിങ്ങൾക്കൊരു വൈബ്രേഷൻ വാഹനത്തിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്തിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ വാഹനം നടു റോഡിൽ ഓഫായി പോകാനുള്ള സിറ്റുവേഷൻ കൂടുതലാണ്. ഇനി എന്തുകൊണ്ടാണ് ആ ഒരു ജെർക്ക് ഉണ്ടാകുന്നതെന്ന് ഞാനൊരു ഉദാഹരണം സഹിതം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് കൊടുത്തു. വീണ്ടും ഞാനിത് തേർഡ് ഗിയറിൽ പോവുകയാണ്. ഇതേ തേർഡ് ഗിയറിൽ പോയി ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വന്നു. ഞാനിത് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയർ കൊടുത്തു. അതായത് തേർഡ് ഗിയറിൽ ഞാൻ വാഹനവുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ മുന്നിലായിട്ട് ഒരു ഗട്ടർ വന്ന സമയത്ത് വീണ്ടും ഞാൻ വാഹനത്തെ തേർഡ് ഗിയറിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചപ്പോൾ ഗട്ടറിലേക്ക് വന്നപ്പോൾ നമ്മൾ ഓൾറെഡി ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത്? വാഹനത്തിൻ്റെ ഉള്ളിൽ തേർഡ് ഗിയറിൽ പോകാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചു. വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ടായ സമയത്ത് ഞാൻ എന്താണ് ചെയ്തത്? ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയർ കൊടുത്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന ഏത് ഗിയറാണോ ആ ഒരു ഗിയറിൽ നിങ്ങളുടെ വാഹനം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിത് തേർഡ് ഗിയർ വീണ്ടും കൊടുത്ത് ഇതേ ചെറിയൊരു ഇറക്കം ഇറങ്ങുകയാണ്. ഇവിടെ ഞാൻ വീണ്ടും ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തി കൊടുക്കുകയാണ്. ഇതേ ഇവിടെ ഒരു ഗട്ടറുണ്ട്. ഈ ഒരു ഗട്ടർ ഞാൻ തേർഡ് ഗിയറിൽ തന്നെ ബ്രേക്ക് അമർത്തി പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോയി. കാരണം എന്താണ്? ഞാൻ ഓൾറെഡി ബ്രേക്ക് ഹാർഡായിട്ട് അമർത്തി തേർഡ് ഗിയറിലാണ് വരുന്നത്. ഗിയർ ഞാൻ ഡൗൺ ചെയ്ത് കൊടുത്തില്ല. ഇങ്ങനെ ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് ഈ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കാറുണ്ട്. വന്ന ഗിയറിൽ പോകും, വാഹനം ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ ഒരു വൈബ്രേഷൻ വാഹനത്തിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്താൽ പോലും വാഹനത്തെ ഒന്ന് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാറില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, വാഹനം ഓഫായി പോകാതിരിക്കാനായിട്ട് തേർഡിലാണ് വരുന്നതെങ്കിൽ പെട്ടെന്ന് നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുക. സെക്കൻഡ് ഗിയർ കൊടുത്തതിന് ശേഷം വാഹനത്തെ മെല്ലെ നമ്മൾ ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തി കൊടുത്താൽ പോലും വാഹനം എഞ്ചിൻ ഇടിച്ച് ഓഫ് ആകത്തില്ല. അപ്പോൾ ഇത് തേർഡ് ഗിയറിൽ മാത്രമല്ല സംഭവിക്കുന്നത്, ഇത് ഫോർത്ത് ഗിയറിലും ഫിഫ്ത്ത് ഗിയറിലും സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മൾ ഏത് ഗിയറിലാണോ പോകുന്നത് ആ ഗിയറിൻ്റെ തൊട്ട് താഴെയുള്ള ടോർക്ക് കൂടിയ ഗിയർ ഏതാണോ അത് നിങ്ങൾ പ്രോപ്പറായിട്ടിട്ട് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഞാനത് വളരെ വേഗത്തിൽ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മൂവ് ആക്കി സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. വീണ്ടും വണ്ടിക്ക് ഞാനിത് മൂവ് ആക്കിയിട്ട് തേർഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഞാനിത് ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. നിങ്ങൾ നോക്കുക, ചെറിയൊരു വളവാണ്. നമ്മൾ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഞാനിവിടെ ബ്രേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു വാഹനം വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് കൊടുത്തു. വീണ്ടും ഞാനിത് ഫോർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇവിടെ ഒരു ഇറക്കം ഇറങ്ങി വരുവാണ്. ഞാനിത് ബ്രേക്ക് അമർത്തുകയാണ്. ഞാനിവിടെ ബ്രേക്ക് അമർത്തി കുറച്ചും കൂടെ എനിക്ക് ഹാർഡായിട്ട് ബ്രേക്ക് അമർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേന് ഇതേ ഫോർത്ത് ഗിയറിൽ വാഹനം പോകുവാനായിട്ട് ഒരു ബുദ്ധിമുട്ട് കാണിച്ച് ഇപ്പോൾ ഒരു ചെറിയൊരു വൈബ്രേഷൻ വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ക്ലച്ച് ഔട്ടിയിട്ട് തേർഡ് ഇട്ട് കൊടുക്കണം. കാരണം ഫോർത്തിൽ പോകാനായിട്ട് വണ്ടി ബുദ്ധിമുട്ട് കാണിക്കുന്നു. ഇപ്പോൾ ഞാൻ തേർഡ് ഇട്ട് കൊടുത്തു. തേർഡിൽ നമ്മൾ ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇപ്പോഴും വാഹനത്തിനുള്ളിൽ ഞാനിത് മെല്ലെ ബ്രേക്ക് ചെയ്തു. മുന്നിലൊരു വാഹനം പോകുന്നുണ്ട്. ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. കാരണം തേർഡിൽ പോകാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ വീണ്ടും ക്ലച്ച് ഔട്ടിയിട്ട് സെക്കൻഡ് ഇട്ട് കൊടുത്തു. കാരണം തേർഡിനേക്കാളും കുറച്ചും കൂടെ ടോർക്ക് കൂടിയ ഗിയർ അല്ലെങ്കിൽ പവർ കൂടിയ ഗിയർ സെക്കൻഡാണ്. ഇനി നമ്മൾ സെക്കൻഡ് ഗിയറിലും പോകുന്നു. സെക്കൻഡ് ഗിയറിൽ പോകുന്ന സിറ്റുവേഷനിലും വാഹനത്തിന് ഒരു ജെർക്ക് ഉണ്ടാവുകയാണ്. അത് പ്രത്യേകിച്ചും ചെറിയ കയറ്റങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ജെർക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിന് ജെർക്കില്ലാതെ തന്നെ ഒരു വാഹനത്തെ വളരെ പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഇത് ഡ്രൈവിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളിത് വാഹനം ഓടിക്കുന്ന തുടക്കക്കാർ കൃത്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും.